എന്താ പരിപാടി? നമ്മുടെ വീടിന്റെ ഭിത്തി ഒന്ന് ബലപ്പിച്ചു. നമ്മളതാ ഇങ്ങനെ ഇവിടെയെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ നമ്മുടെ പാത്രങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നില്ല ഈ ചാക്കില്, അതെല്ലാം എടുത്ത് മാറ്റിയിട്ട് ഭിത്തി എല്ലാം ഷീറ്റ് അടിച്ച് ചുമ്മാ ഇതൊന്ന് ബലപ്പിച്ചുള്ളൂ. അപ്പോൾ നമ്മളൊരു ചെറിയ ഷെഡ് അടിക്കാൻ വേണ്ടി ഉള്ളൊരു തയ്യാറെടുപ്പില്ല. അന്നേരം ഇവിടുത്തെ എല്ലാ സാധനങ്ങളും നമ്മൾ ഒതുക്കിക്കൊണ്ടിരിക്കുക. ഭിത്തി അന്ന് വീടിടിഞ്ഞ് വേണ്ടിയിട്ട് നമ്മളൊന്നും ഒതുക്കിയിട്ടില്ലായിരുന്നല്ലോ, അതുപോലെ തന്നെ കിടക്കുമായിരുന്നു. ഒറ്റയ്ക്കായതുകൊണ്ട് ചെയ്യാൻ വയ്യായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാം എടുത്ത് ഒതുക്കുക, മണ്ണെല്ലാം വെട്ടിക്കളഞ്ഞ്. ഫൗണ്ടേഷൻ ഉണ്ട്, തറയിട്ടതാണ്. അപ്പം നമ്മൾ തറയിടണ്ട, ഫൗണ്ടേഷനും കെട്ടണ്ട. അപ്പോൾ അതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുത്തതിന് ശേഷം ചെറിയൊരു ഷെഡ് അടിക്കാൻ വേണ്ടിയാണ്. ഷെഡ് അടിച്ചൊന്ന് ലെവലാക്കാൻ വേണ്ടി. എന്നിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ ഇത് ഉപയോഗിക്കും, അതല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഞങ്ങളിത് തട്ടിക്കളഞ്ഞിട്ട് ഫുള്ള് നീളത്തിൽ ഷെഡ് അടിക്കാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ഇങ്ങനെ ചെറുതായിട്ടൊരു വൃത്തിയാക്കൽ, ഞാനും ഫ്രണ്ട്സും കൂടെ ഒരു ചെറിയ വൃത്തിയാക്കൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. മഴ വരാൻ പോകുന്നത്, അപ്പം മഴയ്ക്ക് മുമ്പ് എല്ലാം ചെറുതായിട്ടൊന്ന് ചെയ്ത് മാറ്റണമെന്ന് വിചാരിച്ചു. നന്നായിട്ട് മഴക്കാറായിട്ടുണ്ട്. ഇപ്പം ഏകദേശം 5-5:30 ആയെന്ന് തോന്നിയില്ലേ? പൗഡർ വെച്ചേക്കുന്നുണ്ട്. ഭയങ്കര ഉറുമ്പ്, ഇവിടെ നല്ല കടിയുറുമ്പ്. ഇവരെ കാലെ കടിക്കുന്നോണ്ട് ഇവര് പെട്ടെന്ന് പൗഡർ എടുത്തിട്ട് അങ്ങ് ഇട്ടു കേട്ടോ. കുറച്ച് ശമനം വന്നു. വലിയ ഉറുമ്പ് കടി ഏൽക്കുന്നില്ല. അങ്ങനെ ഇടിഞ്ഞു വീണിട്ടേ നാസും കുറച്ച് വൃത്തിയാക്കി തന്നിട്ട് അവനങ്ങ് പോയാൽ പിന്നെ നമ്മളിതിനകത്ത് എടുക്കാനൊന്നും നമ്മൾ കയറിയില്ല. ഇപ്പം നമ്മൾ വൃത്തിയാക്കുന്നതാണ് ബാത്റൂമിൽ നിന്ന ഭാഗം. ആ കാണുന്നത് അടുക്കള നിന്ന ഭാഗമാണ്. ഭയങ്കര ഉറുമ്പ്, അന്യായ ഉറുമ്പ്. കണ്ടോ, ഭയങ്കര ഉറുമ്പ്. കാണുന്നില്ല അതിനകത്ത്. അപ്പോൾ അതവര് കൊണ്ട് അപ്പുറത്തെ കുറേശ്ശായിട്ട് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ഇതിപ്പം നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ അടിച്ചു കഴിഞ്ഞാൽ ഭിത്തിക്ക് ബലം കിട്ടും. ഇത് ഭിത്തിക്ക് പൊട്ടൽ വീണല്ല. അപ്പം ആ പൊട്ടൽ വീണത് ഒന്ന് ബലം പിടിക്കാൻ വേണ്ടിയിട്ടാണ്, പൊട്ടലിൽ ഒന്ന് സ്ട്രോങ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മുടെ ഈ കട്ടയെന്ന് പറഞ്ഞില്ല, ചുണ്ണാമ്പ് കട്ടയേക്കാളും ബലം കുറഞ്ഞ കട്ടയാണ് നമ്മൾ വീട് കെട്ടിയത് അന്ന് ആ കാലത്ത്. അപ്പോൾ അതുകൊണ്ട് ഒട്ടും ബലമില്ല കട്ടയ്ക്ക്. ഭയങ്കരമായിട്ട് ഇത് കണ്ടില്ലേ, ഇടിഞ്ഞു വീണപ്പോഴത്തേക്ക് ഒടിഞ്ഞു പോയി. മാവ് പൊടിയെന്ന് ഉണക്ക് ഒടിഞ്ഞാ പോയത്. അതുകൊണ്ട് മാറിയിരിക്കും മോനെ. പുട്ടെന്താ കുളിയൊക്കെ കഴിഞ്ഞ് പുട്ടും വന്നിരിപ്പുണ്ട്. എന്നൊക്കെ പുട്ടാ മാറിയിരുന്നോ? തൊടിയിരുന്നേ ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പൊ നടക്കട്ടെ. അതെ, 2 ദിവസം മഴ കാരണം നമുക്കാണെങ്കിലൊന്നും പണിയൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ നമ്മൾ കണ്ടില്ലേ, മഴവെള്ളം എല്ലാം കയറി ഭയങ്കര സീനായിരുന്നു ഇവിടെയൊക്കെ. കുറേശ്ശെയുള്ള രീതിയിൽ നമ്മളെല്ലാം ഒതുക്കി എടുത്തുകൊണ്ടിരിക്കുക. ആദ്യമേ ഈ വീടിടിഞ്ഞ് വീണ മണ്ണെല്ലാം മാറ്റണം. ഇപ്പം ഇത് കണ്ടില്ലേ, അതെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുക. ഇവിടെ ഷീറ്റെല്ലാം അടിച്ച് തൽക്കാലത്തേക്കാണ് കേട്ടോ ഈ ഷീറ്റ് അടിച്ച് വെച്ചേക്കുന്നത്. ഇത് ഭിത്തിയിലേക്ക് വെള്ളം വീഴാതിരിക്കാൻ വേണ്ടിയൊക്കെ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ സാധനങ്ങളെല്ലാം മാറ്റിയിട്ട് മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുക. വീടിടിഞ്ഞ് വീണതിൻ്റെ മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുക. കുറച്ച് സമയമെടുക്കും തോന്നുന്നു എല്ലാം ചെയ്ത് വരാനായിട്ട്. അപ്പോൾ നമ്മളൊരു നല്ല കാര്യത്തിനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുക. എല്ലാവരും പ്രാർത്ഥിക്കണം, എങ്ങനെയെങ്കിലും നമുക്കിതൊന്ന് പെട്ടെന്ന് തീർക്കാൻ വേണ്ടി. നല്ലൊരു മഴ വരുന്നതിന് മുമ്പ് എല്ലാം പെട്ടെന്നൊന്ന് ഫിനിഷ് ചെയ്യണം. അപ്പോൾ 2 ദിവസമായിട്ട് മഴ കാരണം ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുകയായിരുന്നു. എന്തായാലും ബാക്കിയുള്ളതും കൂടെ ചെയ്ത് തീർക്കണമെന്നാണ് വിചാരിക്കുന്നത്. വരും ദിവസങ്ങളിൽ എന്തായാലും അപ്ഡേഷൻ നമ്മൾ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും പ്രാർത്ഥന ഉണ്ടായിരിക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കൂട്ടുകാരെ. ബൈ.